ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാഗമണിലാണ് കേട്ടോ. എല്ലാവർക്കും ആമേശ്വറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാഗമണിലാണ് കേട്ടോ. വാഗമണിൽ നമ്മളൊരു ടണൽ കാണാൻ വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അതിന്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ അല്ല, നമ്മൾ അവിടെയാണ് ടണൽ വന്നിട്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഗമണിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരും നമ്മൾ കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് KSRTC ഉല്ലാസയാത്ര ഇതിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. നമ്മൾ വാഗമണിക്ക് പോവാണ്. അതും KSRTCയിലാണ് പോണത്. ഫസ്റ്റ് ടൈം ആട്ടോ, ഞാനതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സൗണ്ട് പോയിട്ടാണ് ഗൈസ്. നമ്മൾ രാവിലെ ഫുള്ള് നല്ല നേരെ പറഞ്ഞുതരട്ടോ. ഇവിടുത്തെ കുറച്ച് ക്ലിപ്പുകൾ കാണാമേ. ഞാൻ കുറച്ച് ഓരങ്ങട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ടു, എൻ്റെ പുതിയ ഷൂ ആണ് ഗൈസ്. ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ടാണ്, കാരണം ചൂടല്ലേ. പിന്നെ എന്തിനാ മുടി. എന്തായാലും എന്തൊക്കെ പാക്ക് ചെയ്താലും കുറച്ച് സാധനങ്ങൾ പിന്നെയും വെക്കാണ്ടാവും. ഇതെവിടെ തുറക്കാം. ഓക്കെ, ഓ സീൻ. മഴ എങ്ങടാ പോണേ? പ്രാർത്ഥിച്ചിറങ്ങിയ നല്ലതല്ലേ ഉണ്ടാക്കിയൊക്കെ. അപ്പൊ നമ്മൾ ഇറങ്ങുന്നത് 4:45, 4:40 ഇല്ല 4:45 നമ്മൾ ഒരു ഫിക്സൊക്കെ എടുക്കാൻ നിന്നിട്ട് ടോട്ടലി ലെഗിറ്റാണ്. നമ്മൾ വേഗം പോവാണ് ഗൈസ്. ഇത് വേഗം തുറക്കുവോ? ഫ്ലാഷ് ഇടാം. നമ്മള് ഓഫ് കോഴ്സ് നമ്മൾ ഫുള്ള് ലേറ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ വേഗം പോവാണ്. വിജനം എക്സൈറ്റഡ് ആണോ? ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇദ്ദേഹം നടക്കുന്ന പോലെ അവിടെ നിന്ന് പോയി ഓർഡർ ചെയ്തിട്ടാവും. ഒപ്പം നിൽക്കുന്നുണ്ട്. ഉണ്ടാവും. അപ്പം കേട്ടോ, അല്ലാണ്ട് വിട്ടു പോകുന്നു ചെയ്താ. A few moments later. നമ്മൾ സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കണേ. ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട്. കേക്കോ?
ഇതല്ലേ നമ്മളെ വണ്ടി അതാ നമ്മളെ വണ്ടി അതാ അമ്മ വണ്ടി അവിടെ. നമ്മളെ വണ്ടി അപ്പുറത്താണ്. നമ്മൾ കയറാണ്. ജനലം നല്ല ക്യാമറ ഇപ്പോ. ഗായ്സ് നമ്മൾ ചുരം കയറാണ്. അവിടെയൊക്കെ കാണാൻ നിൽക്കും കേട്ടോ. അയ്യോ അത് ഗൈസ് നമ്മൾ ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ട്രക്കിങ്ങിന് കയറിട്ടോ. ഗായ്സ് റിക്കുട്ട് ഫസ്റ്റ് ടൈം ആട്ടോ. എൻ്റെ റിയാക്ഷൻ നോക്കേ. ഇവിടെ നോക്കുക. പോണ വഴിയൊക്കെ എന്ത് രസമായിരുന്നു അറിയാം. നല്ല അടിപൊളി ക്ലൈമറ്റ്, അതായത് നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ തേയിലത്തോട്ടങ്ങളുടെ കുറേ മലകളും പിന്നെ നല്ല പച്ചപ്പും പിന്നെ അതിൻ്റെ നടുക്ക് കൂടെ റോഡ് നല്ല രസമാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും വീടുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വലിയൊരു പാറയൊക്കെ ഉള്ളൊരു മല നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയം കുറവായതുകൊണ്ട് നമ്മൾ പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. റോഡ് യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ കാല് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വ്യൂ പോയിന്റ് ആണ് തോന്നുന്നു. വ്യൂ പോയിന്റിൻ്റെ അവിടെയാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിന് പോകും. നല്ല രസമായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമ്മൾ അങ്ങനെ
കുറേയൊക്കെ എത്തി. ഇനി അമ്യൂസ്മെന്റ് പാർക്കൊക്കെ പോണം. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലം കേട്ടോ. ഗൈസ് കാണുമ്പം ഭയങ്കര ചൂടാണ് തോന്നും. അതായത് മുഖത്തേക്കൊക്കെ ഭയങ്കര ചൂടടിക്കണ പോലെ തോന്നും. പക്ഷെ ചൂടില്ല ഗൈസ്, നല്ല തണുത്ത കാറ്റാണ്. ഈ മുഖം മൊളിയണ പോലത്തെ കാറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്, പക്ഷെ അതിന്റെ ചൂടൊന്നും അറിയണില്ല. നല്ല തണുപ്പാണ് കേട്ടോ. ഗൈസ് കേക്കിന്റെ ലെയർ നിക്കണ പോലല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ് എന്താ ജീപ്പൊക്കെ വന്നിട്ട് ഇവിടെ ഭയങ്കര പൊടിയാണ്. അപ്പൊ ക്യാമറയിൽ പെട്ടെന്ന് പൊടി കയറാം. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ചുമക്കണുണ്ട്. ഭയങ്കര പൊടിയാട്ടോ, അതാണ് പ്രശ്നം. മണലൊക്കെ ഭയങ്കര മറ്റേ പൊടി മണലാണ്. അതാ വാങ്ങി പോരും. വേഗം പോന്നു ഗൈസ്. ഞാൻ ട്രൈപോഡ് അല്ലെങ്കിൽ ഇത് ഇളകും. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നത്. ഗൈസ് അതൊക്കെ കോടയാണ് കേട്ടോ. അതാണ് ഇടുക്കി ഡാമിന്റെ ഒരു സൈഡ് കണ്ടോ. ശരി, സാംസങ് ഇത് ഭാഗ്യം. മിനിറ്റ്, കണ്ടോ അത്. ഇനി വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് നമ്മളൊരു പാർട്ട് 2 കൂടി ഇടാം. അപ്പോൾ ഇത് വാഗമൺ വ്ളോഗിന്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഫസ്റ്റ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വെച്ചിട്ട് ബൈ, സീ യു.